സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. യുവതി യുവാക്കൾക്ക് സുവർണാവസരം. പ്രീ റിക്രൂട്ട്മെന്റ് റാലി കട്ടപ്പനയിലും തൊടുപുഴയിലും. പ്രായപരിധി 15-നും 25-നും ഇടയിൽ. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ്, പോലീസ് സേനകളിലേക്ക് ചേരുവാൻ സുവർണാവസരം. ഏപ്രിൽ 11-ന് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലും ഏപ്രിൽ 12-ന് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ HSS ഗ്രൗണ്ടിലും നടക്കുന്നു. ഏപ്രിൽ 11-നും ഏപ്രിൽ 12-നും നടക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നതിനും സൗജന്യ റാലി ടോക്കണിനും പ്രായപരിധി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഉടൻ ബന്ധപ്പെടുക. NAPT കട്ടപ്പന, തൊടുപുഴ. അവസാന തീയതി ഏപ്രിൽ 10. കൂടുതൽ വിവരങ്ങൾക്ക് NAPT പ്രീ റിക്രൂട്ട്മെന്റ് റാലി സെൽ 9447255553, 9447190011, 828171115537. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. പുഷ്പമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തേക്കടി പുഷ്പമേള ഇതാ വരവായി. 9ാമത് തേക്കടി പുഷ്പമേള ഈ വർഷം 16 ദിവസങ്ങളിൽ ഏപ്രിൽ 4 മുതൽ 19 വരെ തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 16 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുഷ്പമേള. പുഷ്പമേളയോടനുബന്ധിച്ച് വ്യാപാര വ്യവസായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന തേക്കടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, കുമളിക്ക് ഉത്സവത്തിന്റെ നാളുകൾ സമ്മാനിക്കുന്ന തേക്കടി പുഷ്പമേള തേക്കടി അഗ്രി ഹോർട്ടിക്കൽ സൊസൈറ്റിയും മണ്ണാർത്തറ ഗാർഡൻസും ചേർന്നൊരുക്കുന്ന തേക്കടി പുഷ്പമേളയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ എല്ലാവരും വരണം കേട്ടോ. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മെയിൻ റോഡ്, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की सुन मेरे डोलना सुन मेरी चाहते
അടിമാലി നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടി വി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തപാൽ വകുപ്പിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മെയ് 6 മുതൽ തപാൽ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായി നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ തപാൽ സംരക്ഷണ ശൃംഖല തീർക്കാനും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംയുക്ത സമരസമിതി തീരുമാനം. നിയമം നോക്കി കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടപ്പിലാക്കാനാവില്ല എന്ന് ES ബിജിമോൾ MLA. നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിയാണ് വണ്ടിപ്പെരിയാർ പാലത്തിന്റെ നിർമ്മാണം 6 പതിറ്റാണ്ടോളം നീണ്ടുപോയതെന്നും ES ബിജിമോൾ MLA കുറ്റപ്പെടുത്തി. സഹജീവികളുടെ വേദനകൾ സ്വന്തം വേദനകളായി ഏറ്റെടുക്കുന്നവരാണ് നല്ല നേതാക്കൾ എന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം P. പ്രസാദ്. ഇത്തരത്തിലൊരു നേതാവായിരുന്നതിനാലാണ് CPI മുൻ ജില്ലാ സെക്രട്ടറി R. ശ്രീധരൻ ജനമനസ്സുകളിൽ ഇപ്പോഴും ജീവിക്കുന്നതെന്നും അദ്ദേഹം. കരിമ്പൻ പാലം നിർമ്മാണം നിലച്ചതോടെ നാട്ടുകാർ ദുരിതത്തിൽ. 6ഓളം റോഡുകളെ ബന്ധിപ്പിക്കുവാനുതകുന്ന പാലം നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങുകയായിരുന്നു. നൂറുകണക്കായ കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് ഇതോടെ ഇല്ലാതായത്. ക്യാൻസർ രോഗികൾക്കായി പ്രാർത്ഥനാപൂർവ്വം ഭാരമേറിയ കുരിശു ചുമന്ന് മല കയറുകയാണ് ഒരു കുടുംബം. അമ്പിളിയമ്മാൻകാനം വെട്ടിക്കാട്ട് കുടുംബവും സുഹൃത്തുക്കളുമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി വേദനിക്കുന്നവർക്കായി കുരിശുമല ചവിട്ടുന്നത്. വാർത്തകളിലേക്ക് വിശദമായി. തപാൽ വകുപ്പിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മെയ് 6 മുതൽ തപാൽ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായി നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ തപാൽ സംരക്ഷണ ശൃംഖല തീർക്കാനും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംയുക്ത സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് നൽകി വരുന്ന വിവിധ സേവനങ്ങളെ പരിഷ്കരണത്തിന്റെ പേര് പറഞ്ഞ് കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിനും തുടർന്ന് സ്വകാര്യവൽക്കരിക്കുന്നതിനുമുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് തപാൽ ജീവനക്കാരുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മെയ് 6 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുന്നത്. തപാൽ വകുപ്പിനെ കോർപ്പറേഷനാക്കി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മെയ് മാസം 6 തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഏപ്രിൽ 7 തീയതി എല്ലാ ജില്ലകളിലും തപാൽ കമ്പനിവൽക്കരണ വിരുദ്ധ സംരക്ഷണ ശൃംഖല തീർക്കുന്നതിന് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇടുക്കി പോസ്റ്റൽ ഡിവിഷനിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് തപാൽ സംരക്ഷണ ശൃംഖല സംഘടിപ്പിക്കുക എന്ന് സംഘാടകർ ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ തപാൽ വകുപ്പിനെ കമ്പനിയാക്കുന്നതിനെതിരെ കേന്ദ്ര ജീവനക്കാരുടെ JCയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർ അഖിലേന്ത്യാ വ്യാപകമായി മെയ് 6 മുതൽ അനിശ്ചിതകാല പണിമുടക്കിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇതിനു മുന്നോടിയായി ദേശീയ തലത്തിൽ തന്നെ ഏപ്രിൽ 7 തീയതി 4:30 എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും
കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ വരെ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. തപാൽ സംരക്ഷണ ശൃംഖലയിൽ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ അണിചേരും. തപാൽ വകുപ്പിനെ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ്, മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങളുടെ വിതരണം, ഗവൺമെന്റ് സേവനങ്ങളുടെ നിർവഹണം, പാഴ്സലുകളും പാക്കറ്റുകളും, കമ്മ്യൂണിക്കേഷൻ ഡെലിവറി എന്നിങ്ങനെ 6 യൂണിറ്റുകളാക്കി മാറ്റുകയും ആദ്യത്തെ 5 യൂണിറ്റുകളെ കമ്പനിയാക്കുവാനും പിന്നീട് സ്വകാര്യവൽക്കരിക്കുവാനുമുള്ള നിർദ്ദേശങ്ങളാണ് ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നതെന്നും ഇതിന്റെ മറപറ്റി ആദ്യത്തെ 5 യൂണിറ്റുകളുടെ സ്വകാര്യവൽക്കരണ നടപടികൾ വേഗത്തിലാക്കുവാനുമാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നാണ് പണിമുടക്കുന്ന തൊഴിലാളി സംഘടനകളുടെ ആരോപണം. എന്നാൽ 6ാമത്തെ യൂണിറ്റായ കമ്മ്യൂണിക്കേഷൻ ഡെലിവറി എന്ന യൂണിറ്റ് എല്ലായ്പ്പോഴും നഷ്ടത്തിലാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി 6ാമത്തെ യൂണിറ്റായ കമ്മ്യൂണിക്കേഷൻ ഡെലിവറി മാത്രം തപാൽ വകുപ്പിന്റെ കീഴിൽ നിലനിർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നും സമരസമിതി ആരോപിക്കുന്നു. രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ വാർത്താവിനിമയ മാർഗമായ തപാലിനെ കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകിയാണ് ഇപ്പോൾ നിലനിർത്തുന്നത്. ഇത്തരത്തിൽ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലനിർത്തുന്ന തപാൽ വകുപ്പിനെ കമ്പനിയാക്കുന്നത് വഴി ജനങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്നും ഇതിനെതിരെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രതികരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നിയമം നോക്കി കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടപ്പിലാക്കാനാവില്ല എന്ന് ES ബിജിമോൾ MLA. നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിയാണ് വണ്ടിപ്പെരിയാർ പാലത്തിന്റെ നിർമ്മാണം 6 പതിറ്റാണ്ടോളം നീണ്ടുപോയതെന്നും ES ബിജിമോൾ MLA കുറ്റപ്പെടുത്തി. തേക്കടി പുഷ്പമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. എല്ലാം കൃത്യം നിയമം നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് കുരിശുപള്ളി പഠിച്ചാൽ കുരിശുപള്ളിക്ക് പകരമായി കുരിശുപള്ളി നോക്കാനുള്ള ശ്രമം നമ്മൾ കൊടുക്കും. അത് എക്സൈസ് ഓഫീസിനോട് ചേർന്ന് എന്ന ജില്ലാ കളക്ടറെ സാന്നിധ്യത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമാണ്. പാലൂർ വികസന സമിതിയുടെ ശുപാർശയാണ്. അതിനൊരു എഗ്രിമെന്റ് ഉണ്ട് ജില്ലാ കളക്ടറെ മുമ്പിൽ വെച്ച്. നിയമമാണോ നിങ്ങൾക്ക് നിയമമൊന്നുമില്ല. നിയമമായി പണം കൊടുക്കാനായിട്ട് കുരിശുപള്ളി പഠിച്ചു മാറ്റിയാൽ കുരിശുപള്ളിയോട് മോഡലും പഠിച്ചോളും. പിന്നെ വേറെ എവിടെയെങ്കിലും കുരിശുപള്ളി പഠിക്കുന്നതിന് നിയമങ്ങളാണ്. നിയമം നോക്കിയാൽ കഴിഞ്ഞ 60 വർഷം പാലപ്പള്ളി നടക്കാതെ പോയി എന്നുള്ളത് ഇന്നൊന്നും പ്രാവശ്യമല്ല. 6 പ്രാവശ്യം വണ്ടിപ്പെരിയാർ പാലത്തിന് വേണ്ടി പണ്ടനുവദിച്ചു. നമുക്ക് വീട്ടിൽ നിർമ്മിക്കാൻ കഴിയില്ല. വർണ്ണാഭമായ തേക്കടി പുഷ്പമേള 2ാം ദിനത്തിലേക്ക്. വിവിധ സ്റ്റാളുകളും പൂക്കളുടെ വൈവിധ്യവും അമ്യൂസ്മെന്റ് പാർക്കും ഉൾപ്പെടെ കാണികളെ ആകർഷിക്കുന്നു. കുമളി നിവാസികളുടെ ഉത്സവ ദിനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 9ാമത് തേക്കടി പുഷ്പമേള ഉദ്ഘാടനം പീരുമേട് MLA ES ബിജിമോൾ നിർവഹിച്ചു. പുതിയ ജില്ലാ കളക്ടർ ചാർജ് എടുത്തതിന് പിന്നാലെ വണ്ടിപ്പെരിയാർ പാലത്തിന് സ്റ്റേ അനുമതി നൽകുകയും ചെയ്തതിന് മർമ്മം നോക്കി ചികിത്സിക്കാൻ അറിയാമെന്നും പുഷ്പമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ES ബിജിമോൾ MLA പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം, ബ്ലോക്ക് പഞ്ചായത്തിന് ജലസംരക്ഷണം, നീർത്തട വികസനം, ചെറുകിട വനിതാ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി വിപുലമായ സെമിനാറുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തേക്കടി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുഷ്പമേളയിൽ അമ്യൂസ്മെന്റ് പാർക്ക്, കലാപരിപാടികൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഫിലിം പ്രദർശനം തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉദ്ഘാടന വേളയിൽ മണ്ണാർത്തറയിൽ ഗാർഡൻസ് ഭാരവാഹികൾ, തേക്കടി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഭാരവാഹികൾ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. സഹജീവികളുടെ വേദനകൾ സ്വന്തം വേദനകളായി ഏറ്റെടുക്കുന്നവരാണ് നല്ല നേതാക്കളെന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം P. പ്രസാദ്. ഇത്തരത്തിലൊരു നേതാവായിരുന്നതിനാലാണ് CPI മുൻ ജില്ലാ സെക്രട്ടറി R. ശ്രീധരൻ ജനമനസ്സുകളിൽ ഇപ്പോഴും ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPI മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കൌൺസിൽ അംഗവുമായിരുന്ന R. ശ്രീധരന്റെ 7ാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് കട്ടപ്പനയിൽ സംസാരിക്കുകയായിരുന്നു P. പ്രസാദ്. മറ്റുള്ളവരുടെ വേദനകൾ കാണാൻ കഴിയാത്ത നേതാക്കളെ ജനം തിരസ്കരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഭരണാധികാരികൾ ഇന്ന് ജനങ്ങളുടെ വേദനകൾ കാണാൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം കേശ വീർപ്പിക്കുന്നതിനാണ് താൽപര്യം കാണിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ കേരളത്തിന്റെ പൊതുപ്രവർത്തന രംഗമാകെ മലിനമായി കഴിഞ്ഞിരിക്കുകയാണ്. അനുദിനമെന്നോണം മന്ത്രിമാർക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ നാടിന് നാണക്കേടാണെന്നും P. പ്രസാദ് പറഞ്ഞു. അധ്വാനിക്കുന്നവരാണ് ഏറ്റവും പ്രമുഖരായ ആൾക്കാർ. നമുക്ക് ആ പ്രാമുഖ്യം സമൂഹം അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല
എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തുദേവൻ തന്നെ പറഞ്ഞത്, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുവിൻ എന്ന്. അല്ലാതെ വേറെ ആരെയും വിളിച്ചില്ല ക്രിസ്തുദേവൻ. പുരോഹിതന്മാരെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുമെന്നല്ല ക്രിസ്തു പറഞ്ഞത്. ക്രിസ്തുദേവൻ പറഞ്ഞത് അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നതാണ്. അവ ലോകത്ത് ആദ്യമായി ചുമട്ടോടായി സംഘടിപ്പിച്ചത്, തൊഴിലാളിയെ സംഘടിപ്പിച്ചത് ക്രിസ്തുദേവനാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ സംഘടിപ്പിക്കുന്നതിന് മുമ്പേ അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, പണിയെടുക്കുന്നവരെ സംഘടിപ്പിച്ച ആളിന്റെ പേര് യേശുക്രിസ്തു എന്നാണ്. ക്രിസ്തുദേവനാണ് വിളിച്ചത് ഭാരം ചുമക്കുന്നവരെല്ലാം വരാൻ പറഞ്ഞത്. അധ്വാനിക്കുന്നവരാണ്, വിയർപ്പൊഴുക്കുന്നവരാണ്, വേല ചെയ്യുന്നവരാണ് പ്രമാണിയെന്ന് ആരും ഇന്ത്യയിലില്ല. അങ്ങനെ പറയാൻ ലോകത്തൊരു പാർട്ടി ഉണ്ടായി. ആ പാർട്ടിയുടെ പേരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് കേട്ടപ്പോൾ വല്ലാണ്ട് പൊള്ളിപ്പോയവരുണ്ട്. സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കമുള്ള നേതാക്കൾക്ക് ജനമനസ്സുകൾക്ക് പകരം കൽത്തുറം കറകളാകും കാലം കാത്തുവയ്ക്കുക എന്നും അദ്ദേഹം പരിഹസിച്ചു. ചടങ്ങിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി വി ശശിധരൻ അധ്യക്ഷനായിരുന്നു. സിപിഐ ജില്ലാ സെക്രട്ടറി കെ ശിവരാമൻ, ആർ ശ്രീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ കെ സലീംകുമാർ, എം പി ശ്രീധരൻപിള്ള, വി ആർ ശശി, മിനി നന്ദകുമാർ, അഡ്വക്കേറ്റ് വി എസ് അഭിലാഷ്, കെ എൻ വാസു തുടങ്ങിയവർ സംസാരിച്ചു. ആർ ശ്രീധരൻ അനുസ്മരണ സമ്മേളനത്തിന് സി എസ് അജേഷ്, ടി സി കുര്യൻ, ടി ജി കലേഷ്, ജോസ് കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കരിമ്പൻ പാലം നിർമ്മാണം നിലച്ചതോടെ നാട്ടുകാർ ദുരിതത്തിൽ. 6ഓളം റോഡുകളെ ബന്ധിപ്പിക്കുവാൻ ഉതകുന്ന പാലം നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങുകയായിരുന്നു. നൂറുകണക്കായ കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് ഇതോടെ ഇല്ലാതായത്. 1,10,00,000 രൂപയിൽ നിർമ്മാണം ആരംഭിച്ച പാലത്തിന് 10 മീറ്റർ നീളമാണ് എസ്റ്റിമേറ്റിലുള്ളത്. പാലത്തിന്റെ അസ്ഥിവാരം നിർമ്മിക്കുവാനായി തോടിന്റെ ഇരുകരകളിലെയും മണ്ണ് മാറ്റി വൻ കുഴികളും തീർത്തുവെങ്കിലും പിന്നീട് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നില്ല. തോടിന് വിസ്തൃതി കുറവായതിനാൽ പാലത്തിന്റെ നീളം 6 മീറ്ററാക്കി ചുരുക്കുവാനുള്ള തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് രഹസ്യ സംസാരവുമുണ്ട്. എസ്റ്റിമേറ്റിൽ ചെറിയ പിശകുണ്ടെന്നും അത് തിരുത്തുവാനുള്ള കാലതാമസമാണ് ഇപ്പോഴുള്ളതെന്നും കരാറുകാരനും ഉദ്യോഗസ്ഥനുമായി ബന്ധമുള്ള ചിലർ പറയുന്നുണ്ട്. എന്നാൽ തുക അട്ടിമറിയിലൂടെ കൈക്കലാക്കുവാനുള്ള ഗൂഢതന്ത്രമാണ് നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. മുരിക്കാശ്ശേരിയുടെ വികസനത്തിന് ഏറ്റവും ഉദാത്തമായി നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ബൈപ്പാസായ പോലീസ് സ്റ്റേഷൻ കോളേജ് വഴി റോഡിൽ ബഹുമാനപ്പെട്ട ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് 1,10,00,000 രൂപ അനുവദിച്ച് ഞങ്ങളുടെ നിരന്തരമായ കാലത്തെ ശ്രമഫലമായുള്ള ഒരു പാലം ഇവിടെ അനുവദിച്ചു തരികയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏകദേശം ഒരു 2 മാസം മുമ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഇപ്പോൾ നിലവിൽ കാണുന്ന ഈ നിലവിലാണ് ഇപ്പോൾ ഈ തോടിൻ്റെ അവസ്ഥ. നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചു മാറ്റുകയും പുതിയ പാലം പണിയാൻ കരാറുകാരൻ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ കരാറുകാരനും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിയിട്ടിട്ട് കരാറുകാരൻ മുങ്ങിയിരിക്കുകയാണെന്ന് സംശയമുണ്ട് ഞങ്ങൾക്ക്. നാളെ ഇതിനായിട്ടും ഞങ്ങളുടെ ഒരു അഭിലാഷം ഇത് സാധിച്ചു തരാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ പ്രതിഷേധത്തിലുമാണ്. പല വാർത്തകളിലും മീഡിയകളിലും ഞങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. എങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഒരു ഉദ്യോഗസ്ഥലത്തു നിന്ന് ആരും ഇതുവരെ എത്തി നോക്കുക പോലും ചെയ്തിട്ടില്ല. അടുത്തതായി ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള ഒരു മാർഗം പഞ്ചായത്ത് പഠിക്കാൻ ഞങ്ങൾ നിരാഹാരം കിടക്കുകയോ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുന്നവരെ ഞങ്ങളുടെ സമരപരിപാടിയെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഒരു 500,000-ഓളം വരുന്ന ഇവിടുത്തെ ഈ ഗുണഭോക്താക്കളായ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുൻപുണ്ടായിരുന്ന പാലം എടുത്തുമാറ്റുകയും ചെയ്തു. ഇതോടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യുവാൻ കഴിയാത്ത സ്ഥിതിയും സംജാതമായി. 600ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായി ഈ പാലം തടസ്സങ്ങൾ നീക്കി ഉടൻ നിർമ്മാണം പുനരാരംഭിക്കണമെന്നും നടപടികളുണ്ടാകാത്ത പക്ഷം ജനങ്ങൾ ഒറ്റക്കെട്ടായി വാത്തുക്കുടി പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികളുടെ പ്രതിനിധികൾ പറയുന്നു. ക്യാൻസർ രോഗികൾക്കായി പ്രാർത്ഥനാപൂർവ്വം ഭാരമേറിയ കുരിശു ചുമന്ന് മല കയറുകയാണ് ഒരു കുടുംബം. അമ്പളിയമ്മാൻകാനം വെട്ടിക്കാട്ട് കുടുംബവും സുഹൃത്തുക്കളുമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി വേദനിക്കുന്നവർക്കായി കുരിശുമല ചവിട്ടുന്നത്. മല കയറുമ്പോൾ ഭാരമേറിയ കുരിശ് ചുമക്കുന്നതിനൊപ്പം തന്നെ ഇവർ ഉരുവിടുന്ന ഓരോ പ്രാർത്ഥനകളും ക്യാൻസർ ബാധിതരായി കഴിയുന്ന രോഗികൾക്ക് ആശ്വാസത്തിനു വേണ്ടിയാണ്. ഇത്തവണ 2500 കിലോഗ്രാം തൂക്കം വരുന്ന മരക്കുരിശുമായിയാണ് ഇവർ മല ചവിട്ടിയത്. വെട്ടിക്കാട്ട് കുടുംബാംഗങ്ങൾക്കൊപ്പം ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അയൽവാസികളുമെല്ലാം കുരിശു ചുമക്കുവാൻ ഒപ്പം ചേരുന്നു. അന്യമത വിഭാഗക്കാരും ഇവരോടൊപ്പം പങ്കുചേരാറുണ്ട്. ആദ്യ വർഷം 500 കിലോഗ്രാം തൂക്കം വരുന്ന കുരിശുമായിയാണ് ഇവർ മല ചവിട്ടിയത്. അടുത്ത വർഷം അത് 1000-ആയി. ഓരോ വർഷവും 500 കിലോഗ്രാം അധികം ഭാരമുള്ള കുരിശുമായി ഇവർ എഴുകുമ്പയിൽ കുരിശുമല കയറുന്നു.
നെടുങ്കണ്ടത്തെ വീടിന് സമീപത്തു നിന്നും വാഹനത്തിൽ മലയടിവാരത്തിലെത്തിക്കുന്ന കുരിശ് പിന്നീട് പ്രാർത്ഥനകളോടെ മലമുകളിൽ എത്തിക്കുകയാണ്. വരും വർഷങ്ങളിലും രോഗികൾക്ക് ആശ്വാസമാകുവാൻ കൂടുതൽ ഭാരമുള്ള കുരിശുമായി മല ചവിട്ടുവാനാണ് ഇവരുടെ തീരുമാനം. പിന്നോക്ക വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി ദ്വിദിന തൊഴിലവസര പരിശീലന പരിപാടിക്ക് കട്ടപ്പനയിൽ തുടക്കമായി. കട്ടപ്പന സാവോയി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച പരിശീലന പരിപാടി കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OJ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്നിവ സംയുക്തമായി +2 അതിനു മുകളിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ജില്ലയിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് 2 ദിവസത്തെ സൌജന്യ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇന്നും നാളെയുമായി ഇത് നടക്കും. വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, തൊഴിലവസരങ്ങൾ നേടുവാനും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും യുവാക്കളെ പ്രാപ്തരാക്കൽ, ഉദ്യോഗാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കൽ, ഇന്റർവ്യൂവിനെ എങ്ങനെ അഭിമുഖീകരിക്കാം, ശരീരഭാഷയും സംസാര ഭാഷയും എങ്ങനെ പ്രായോഗികമായും ഫലപ്രദമായും ഉപയോഗിക്കാം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. കട്ടപ്പന ഹോട്ടൽ സാവോയിൽ നടക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OJ മാത്യു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി അധ്യക്ഷയായിരുന്നു. നമുക്ക് അറിവുകളുണ്ടെങ്കിലും നമുക്ക് വിദേശത്ത് പോകുന്നതിനും അതിന് എന്തെല്ലാം നടപടികളുണ്ട്, എന്തെല്ലാം ജോലികളാണ് നമുക്ക് നേടേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് അറിവുകൾ കുറവാണ്. നമുക്ക് വർക്ക് വിസ കിട്ടുന്നു, എന്ത് വർക്കിന് നമ്മൾ പോകുന്നു, ഏത് രാജ്യത്ത് പോകുന്നു, നമ്മളെല്ലാം ഓക്കെയാണ്. മാഡം ആദ്യം ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ പൈസയ്ക്ക് വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ആ പൈസ നമുക്ക് പോരാ. മാഡം പറഞ്ഞ പോലെ 18-20 ലക്ഷം രൂപ വരെ മുടക്കി നേഴ്സുമാരെ കുവൈറ്റിലേക്ക് പോകുന്നു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ KG പ്രേമചന്ദ്രിക, എംപ്ലോയ്മെന്റ് ഓഫീസർ KV സോബിക്കുട്ടി, ജലീല ഇമ്മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു. തേക്കടിയിൽ കടുവ ചത്തത് തൊണ്ടയിലെ ഇൻഫെക്ഷൻ മൂലം. മുള്ളൻ പന്നിയെ കൊന്നു തിന്നതുമൂലം തൊണ്ടയിലും ആമാശയത്തിലും മുള്ളുകൾ കൊള്ളുകയായിരുന്നു. 12 വയസ്സ് പ്രായമുള്ള കടുവയാണ് ചത്തത്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ 2.5 മാസത്തിനുള്ളിൽ ചത്തത് 2 കടുവകൾ. പെരിയാർ വന്യജീവി സംഘത്തിലെ തേക്കടി റേഞ്ച് അഞ്ചുള്ളി വലിയമുനി ഭാഗത്ത് തടാകത്തിനോട് ചേർന്നാണ് 12 വയസ്സ് പ്രായമുള്ള ആൺകടുവയുടെ ജലം കണ്ടെത്തിയത്. മുള്ളം പന്നിയെ വേട്ടയാടുന്നതിനിടെ മുള്ളുകൾ വായ്ക്കുള്ളിലും ശരീരഭാഗങ്ങളിലും തറയ്ക്കുകയും അണുബാധ ഉണ്ടാവുകയും ചെയ്തതാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനമായി സഞ്ജയ് കുമാർ IFS പറഞ്ഞു. പ്രൈമഫേസി കാണുന്നത് ഇതിന്റെ മുള്ളം പന്നി ഇതിന്റെ ഉള്ള ക്വീൽസ് അതിൽ കാണുന്നുണ്ട്. അപ്പം ഇത് പ്രൈമഫേസി ആയിട്ട് മനസ്സിലാക്കുന്ന ഡോക്ടേഴ്സിന്റെ ഉള്ള ഇതിൽ ഈ മുള്ളം പന്നീന്റെ ഉള്ള ഭക്ഷിച്ച ഉള്ള കാരണത്തിലായിരിക്കാം ഈ മുള്ള് കൊണ്ട് അകത്ത് സ്റ്റൊമക്സിലും വയലിലും കയറിയിട്ടാണ് ഈ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യത. ഡീറ്റെയിൽ റിപ്പോർട്ട് ഈ പോസ്റ്റ്മോർട്ടം ആയ ശേഷം മാത്രമേ നമുക്ക് അത് കിട്ടൂ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിയമപ്രകാരം ഡോക്ടർ ജിജി, ഡോക്ടർ പാർത്ഥിവൻ, ശേഖർ എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പെരിയാർ ടൈഗർ റിസർവിന്റെ കണക്കെടുപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടതും ഒരു വിരൽ നഷ്ടപ്പെട്ടതുമായ കടുവയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ശ്വാസകോശത്തിലുണ്ടായ അണുബാധയെ തുടർന്ന് ജനുവരി 17-ന് 7 വയസ്സ് പ്രായമുള്ള ആൺകടുവ ചത്തിരുന്നു. കഴിഞ്ഞ 2.5 മാസക്കാലത്തിനുള്ളിൽ 2 കടുവകളാണ് ഇവിടെ ചത്തത്. മുള്ളംപന്നിയുടെ ആക്രമണത്താൽ പെരിയാർ ടൈഗർ റിസർവിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കടുവ മരണപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി. ഇടവേള. അഴകിവളാരോ പൊന്നിൻ പ്രഭയിൽ വരുമിവളാരോ. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. യുവതി യുവാക്കൾക്ക് സുവർണാവസരം. പ്രീ റിക്രൂട്ട്മെന്റ് റാലി കട്ടപ്പനയിലും തൊടുപുഴയിലും. പ്രായപരിധി 15-നും 25-നും ഇടയിൽ. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ്, പോലീസ് സേനകളിലേക്ക് ചേരുവാൻ സുവർണാവസരം. ഏപ്രിൽ 11-ന് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലും ഏപ്രിൽ 12-ന് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ HSS ഗ്രൗണ്ടിലും നടക്കുന്നു. ഏപ്രിൽ 11-നും ഏപ്രിൽ 12-നും നടക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നതിനും സൗജന്യ റാലി ടോക്കണിനും പ്രായപരിധി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഉടൻ ബന്ധപ്പെടുക. NAPT കട്ടപ്പന, തൊടുപുഴ. അവസാന തീയതി ഏപ്രിൽ 10. കൂടുതൽ വിവരങ്ങൾക്ക് NAPT പ്രീ റിക്രൂട്ട്മെന്റ് റാലി സെൽ 9447255553 9447195
0011 82817 11537. 50 വർഷത്തെ വിശ്വസ്തതയോടെ വിവാഹ പട്ടസാരികളുടെ വർണ്ണ പ്രപഞ്ചം മെയിൻ റോഡ് കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീ ഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിങ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ഇൻഷുറൻസ് പരിരക്ഷയുടെ പേരിൽ KSRTC ടിക്കറ്റിന് ഏർപ്പെടുത്തിയ സെസ് മൂലം വൻതോതിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചതോടെ യാത്രക്കാർ കൂട്ടത്തോടെ KSRTCയെ കൈയൊഴിയുന്നു. ഇതിനിടെ ചില റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ ചാർജ് കുറച്ചതും KSRTCക്ക് തിരിച്ചടിയായി. KSRTC ബസ്സുകളിലെ യാത്രക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ ഒരു വർഷത്തേക്ക് KSRTC അടയ്ക്കേണ്ടത് 3.5 കോടി രൂപയിൽ താഴെ മാത്രമാണ്. എന്നാൽ ടിക്കറ്റ് നിരക്കിൽ ഇൻഷുറൻസ് സെസ് കൂടി ഏർപ്പെടുത്തുന്നത് വഴി പ്രതിമാസം 20 കോടി രൂപയുടെ അധിക വരുമാനമാണ് KSRTC ലക്ഷ്യമിട്ടത്. ഇതുവഴി ഓരോ മാസവും പെൻഷൻ നൽകുന്നതിനായി വേണ്ടിവരുന്ന 40 കോടി രൂപയിൽ KSRTCയുടെ വിഹിതമായി നൽകേണ്ട 20 കോടി രൂപ കണ്ടെത്തുകയായിരുന്നു KSRTC അധികൃതരുടെ ലക്ഷ്യമെന്ന് ആരോപണമുയർന്നിരുന്നു. എന്നാൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ മറവിൽ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് KSRTC ബസ്സുകളിൽ വൻതോതിൽ ചാർജ് വർദ്ധിപ്പിച്ചതോടെ യാത്രക്കാർ കൂട്ടത്തോടെ KSRTCയെ കൈയൊഴിയുകയാണ് എന്നാണ് KSRTC അധികൃതർ തന്നെ നൽകുന്ന സൂചനകൾ. സെസ് ഏർപ്പെടുത്തിയ ഏപ്രിൽ 1 ശേഷം KSRTC യാത്രികരിൽ പ്രതിദിനം 1 ലക്ഷത്തോളം ആളുകളുടെ വീതം കുറവുണ്ടാകുന്നതായാണ് കണക്കുകൾ. യാത്രക്കാരെ ആകർഷിക്കുന്നതിനായി ചില റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ ചാർജ് കുറച്ചതും KSRTCയിൽ നിന്ന് സ്വകാര്യ ബസ്സുകളിലേക്കുള്ള യാത്രക്കാരുടെ മാറ്റത്തിന് വേഗത വർദ്ധിപ്പിച്ചു. അടിമാലി, കോതമംഗലം, കട്ടപ്പന, കോഴിക്കോട്, കട്ടപ്പന, എറണാകുളം തുടങ്ങിയ റൂട്ടുകളിലാണ് ഇപ്പോൾ KSRTC സ്വകാര്യ ബസ്സുകൾ തമ്മിൽ വൻതോതിൽ നിരക്ക് വ്യത്യാസം പ്രകടമായിരിക്കുന്നത്. ഈ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെ വരുമാനത്തിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെയും സ്പെയർ പാർട്സുകളുടെയും അഭാവം മൂലം കട്ടപ്പന അടക്കമുള്ള ഡിപ്പോകളിൽ KSRTC സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതും ഈ സർക്കാർ ഗതാഗത സംവിധാനത്തെ കൈയൊഴിയാൻ യാത്രക്കാരെ പ്രേരിപ്പിക്കുകയാണ്. അശാസ്ത്രീയമായി സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരന് മേൽ ടിക്കറ്റ് നിരക്ക് വർധനയുടെ ഭാരം അടിച്ചേൽപ്പിച്ച നടപടി പിൻവലിക്കുകയും സർവീസുകൾ മുടക്കം കൂടാതെ നടത്തുകയും ചെയ്തില്ലെങ്കിൽ KSRTCയുടെ പ്രതാപം തകർത്തുകൊണ്ട് നിരത്തുകളിൽ സ്വകാര്യ ബസ്സുകൾ ആധിപത്യം സ്ഥാപിക്കുന്നതിന് അധിക കാലതാമസമുണ്ടാവില്ല. KM സുനോബി, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പെരിയാർ മ്ലാമല റോഡ് യാഥാർത്ഥ്യമായതോടെ നാട്ടുകാർ ആഹ്ലാദ പ്രകടനം നടത്തി. വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ
പെരിയാർ മ്ലാമല റോഡ് പണി പൂർത്തീകരിക്കപ്പെട്ടതിന്റെ ആഹ്ലാദം പങ്കിടാനായി പ്രദേശവാസികൾ ആഹ്ലാദ പ്രകടനം നടത്തി. മ്ലാമലയിൽ നിന്ന് ആരംഭിച്ച സന്തോഷ പ്രകടനം വണ്ടിപ്പെരിയാറിൽ സമാപിക്കുകയും തയ്യാറാക്കി കൊണ്ടുവന്ന പായസം നാട്ടുകാർക്ക് വിതരണം ചെയ്തുകൊണ്ട് ആഹ്ലാദം പങ്കിടുകയും ചെയ്തു. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരത്തിനൊടുവിൽ PMGSY പദ്ധതി പ്രകാരം 6.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചത്. പള്ളിക്കട മുതൽ വണ്ടിപ്പെരിയാർ വരെ ഏതാണ്ട് 12 കിലോമീറ്ററോളം ദൂരം 8 മീറ്റർ വീതിയിൽ വിവിധ ജനപ്രതിനിധികളുടെ കാലാകാലങ്ങളിലുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇന്നേ ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ചെറിയ ദുഃഖമുള്ളത് ഈ വണ്ടിപ്പെരിയാർ മുതൽ പാറമട വരെയുള്ള ഭാഗങ്ങളിലെ ഞങ്ങളുടെ റോഡ് നന്നായി തീർന്നപ്പോൾ ഇവരുടെ കുടിവെള്ളം ശാശ്വതമായി പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ആ വിഷമം ഞങ്ങളുടെ റോഡ് വികസന കമ്മിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് എത്രയും വേഗം അതിന്റെ ബന്ധപ്പെട്ടവരെ ഒരാഴ്ചക്കകം ആ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി ആളെ ഉപയോഗിച്ചുകൊണ്ട് ആ പാറമട നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ സമരം സംഘടിപ്പിക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ആഹ്ലാദ പ്രകടനത്തിൽ നൂറുകണക്കിന് വാഹനങ്ങളും അണിചേർന്നു. ദുരിതയാത്രയായിരുന്ന വണ്ടിപ്പെരിയാർ മ്ലാമല റോഡ് പൂർത്തീകരിച്ചതിലൂടെ ജനങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നാട്ടുകാർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കുമ്പളി. നെടുങ്കണ്ടത്ത് നിന്നും കണ്ണൂർ ചെറുപുഴയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ശ്രീമന്ദിരം ശശികുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നെടുങ്കണ്ടത്ത് നിന്നും വൈകിട്ട് 4:20 പുറപ്പെടുന്ന ബസ് തൂക്കുപാലം, കട്ടപ്പന, ആലുവ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, തളിപ്പറമ്പ് വഴി രാവിലെ 6 ചെറുപുഴയിൽ എത്തിച്ചേരും. ഇവിടെ നിന്നും വൈകുന്നേരം 3:20 മറ്റൊരു ബസ് പുറപ്പെട്ട് രാവിലെ 5 നെടുങ്കണ്ടത്ത് എത്തിച്ചേരും. ബസ് സർവീസിന്റെ ഉദ്ഘാടനം KSRTC ഡയറക്ട് ബോർഡ് അംഗം ശ്രീമന്ദിരം ശശികുമാർ നിർവഹിച്ചു. ഹൈറേഞ്ചിലേക്ക് കൂടുതൽ ദീർഘദൂര ബസ്സുകളും ലോ ഫ്ലോർ ബസ്സുകളും ഉടൻ സർവീസ് ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ സേനാപതി വേണു അധ്യക്ഷനായിരുന്നു. MS മഹേശ്വരൻ, പാപ്പച്ചൻ മൂലേക്കുളം, PG രവീന്ദ്രനാഥ്, ഷിബു ചെരികുന്നേൽ, ഷിഹാബ് ഈട്ടിക്കൽ, MS ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കൊന്നത്തടി പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ ഇൻസെന്റീവ് വിതരണം ചെയ്തു. മുനിയറ ആപ്കോസിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുനിയറ ആപ്കോസിൽ നടന്ന പരിപാടിയിൽ സംഘം പ്രസിഡന്റ് മോഹനൻ നരിക്കുഴിയിൽ അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആശാ ബിജുകുമാർ, സലീല മുരളി എന്നിവർ ചേർന്ന് ഇൻസെന്റീവ് വിതരണം ചെയ്തു. കന്നുകാലികൾക്ക് പച്ചപ്പുല്ലിന് ക്ഷാമം നേരിടുന്ന ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് ക്ഷീരസംഘങ്ങൾക്ക് കാലിത്തീറ്റ ഇൻസെന്റീവ് അനുവദിച്ചത്. ഒരു സംഘത്തിലെ 4-5 ചാക്ക് കാലിത്തീറ്റ ലഭിച്ച ക്ഷീരകർഷകൻ വരെയുണ്ട്. കടുത്ത വേനൽക്ക് ഏറ്റവും പുല്ലിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് പാലളക്കുന്ന കർഷകരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏപ്രിൽ മെയ് മാസത്തിൽ ഏറ്റവും കന്നുകാലികൾക്ക് തീറ്റയ്ക്ക് വിഷമം അനുവദിക്കുന്ന കാലയളവിലുള്ള കർഷകർക്ക് ഇൻസെന്റീവായിട്ട് നൽകുകയും ചെയ്താണ്. അതിന്റെ 15 വരെ കാലയളവിൽ പാലളന്ന ക്ഷീര കർഷകർക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ കാലിത്തീറ്റ സബ്സിഡി ആയിട്ട് അനുവദിച്ച പഞ്ചായത്ത് കമ്മിറ്റിയെ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ സണ്ണി കല്ലക്കാവുങ്കലിനെ തെരഞ്ഞെടുത്തു. 13-ൽ 6 വോട്ടുകൾ നേടിയാണ് സണ്ണി വിജയിച്ചത്. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ റെജി പൊരുന്നക്കോട്ടിലിന് 4-ഉം ഇടതുപക്ഷ സ്ഥാനാർത്ഥി സാജു പോളിന് 3 വോട്ടും ലഭിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് 20,200 രൂപ, 1 ഗ്രാം 2,525 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തപാൽ വകുപ്പിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മെയ് 6 മുതൽ തപാൽ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കും. അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായി നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ തപാൽ സംരക്ഷണ ശൃംഖല തീർക്കാനും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംയുക്ത സമരസമിതി തീരുമാനം. നിയമം നോക്കി കാര്യങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടപ്പിലാക്കാനാവില്ല എന്ന് ES ബിജിമോൾ MLA. നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിയാണ് വണ്ടിപ്പെരിയാർ പാലത്തിന്റെ നിർമ്മാണം 6 പതിറ്റാണ്ടോളം നീണ്ടുപോയതെന്നും ES ബിജിമോൾ MLA കുറ്റപ്പെടുത്തി.
സഹജീവികളുടെ വേദനകൾ സ്വന്തം വേദനകളായി ഏറ്റെടുക്കുന്നവരാണ് നല്ല നേതാക്കൾ എന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം P. പ്രസാദ്. ഇത്തരത്തിലൊരു നേതാവായിരുന്നതിനാലാണ് CPI മുൻ ജില്ലാ സെക്രട്ടറി R. ശ്രീധരൻ ജനമനസ്സുകളിൽ ഇപ്പോഴും ജീവിക്കുന്നതെന്നും അദ്ദേഹം. കരിമ്പൻ പാലം നിർമ്മാണം നിലച്ചതോടെ നാട്ടുകാർ ദുരിതത്തിൽ. 6ഓളം റോഡുകളെ ബന്ധിപ്പിക്കുവാനുതകുന്ന പാലം നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങുകയായിരുന്നു. നൂറുകണക്കായ കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് ഇതോടെ ഇല്ലാതായത്. ക്യാൻസർ രോഗികൾക്കായി പ്രാർത്ഥനാപൂർവ്വം ഭാരമേറിയ കുരിശു ചുമന്ന് മല കയറുകയാണ് ഒരു കുടുംബം. അമ്പിളിയമ്മാൻകാനം വെട്ടിക്കാട്ട് കുടുംബവും സുഹൃത്തുക്കളുമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി വേദനിക്കുന്നവർക്കായി കുരിശുമല ചവിട്ടുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. യുവതി യുവാക്കൾക്ക് സുവർണാവസരം. പ്രീ റിക്രൂട്ട്മെന്റ് റാലി കട്ടപ്പനയിലും തൊടുപുഴയിലും. പ്രായപരിധി 15നും 25നും ഇടയിൽ. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ്, പോലീസ് സേനകളിലേക്ക് ചേരുവാൻ സുവർണാവസരം. ഏപ്രിൽ 11 കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലും ഏപ്രിൽ 12 തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ HSS ഗ്രൗണ്ടിലും നടക്കുന്നു. ഏപ്രിൽ 11നും ഏപ്രിൽ 12നും നടക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നതിനും സൗജന്യ റാലി ടോക്കണിനും പ്രായപരിധി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഉടൻ ബന്ധപ്പെടുക. NAPT കട്ടപ്പന, തൊടുപുഴ. അവസാന തീയതി ഏപ്രിൽ 10. കൂടുതൽ വിവരങ്ങൾക്ക് NAPT പ്രീ റിക്രൂട്ട്മെന്റ് റാലി സെൽ 9447255553, 9447190011, 828117115537. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. തേക്കടി പുഷ്പമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തേക്കടി പുഷ്പമേള ഇതാ വരവായി. 9ാമത് തേക്കടി പുഷ്പമേള ഈ വർഷം 16 ദിവസങ്ങളിൽ ഏപ്രിൽ 4 മുതൽ 19 വരെ തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 16 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുഷ്പമേള. പുഷ്പമേളയോടനുബന്ധിച്ച് വ്യാപാര വ്യവസായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന തേക്കടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, കുമളിക്ക് ഉത്സവത്തിന്റെ നാളുകൾ സമ്മാനിക്കുന്ന തേക്കടി പുഷ്പമേള തേക്കടി അഗ്രി ഹോർട്ടിക്കൽ സൊസൈറ്റിയും മണ്ണാർത്തറ ഗാർഡൻസും ചേർന്നൊരുക്കുന്ന തേക്കടി പുഷ്പമേളയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, എല്ലാവരും വരണം കേട്ടോ. 50 വർഷത്തെ വിശ്വസ്തതയോടെ വിവാഹ പട്ടസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മെയിൻ റോഡ്, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു.
പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈച്ചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. That thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे ढोलना सुन मेरी चाहते കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.